ശരിക്കും കണ്ണേറ് കിട്ടാന്ന് കേട്ടിട്ടില്ലേ? ആ അവസ്ഥ എന്ന് ഞാൻ കാണിച്ചുതരാം. ഞങ്ങളിപ്പോൾ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്ന് ഞങ്ങളുടെ കോളേജിൽ നടക്കുന്ന എത്നിക് ഡേയുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്. വൈകിട്ടാണ് പ്രോഗ്രാം. ഞങ്ങൾ കുറച്ച് തേർഡ് ഇയേഴ്സ് എല്ലാവരും കൂടെ ഓർഗനൈസ് ചെയ്ത് നടത്തുന്ന പ്രോഗ്രാമാണ്. അത്രയും ദിവസം ഒരു തുള്ളി പോലും മഴ പെയ്യാത്ത ഞങ്ങളുടെ കോളേജിൽ അന്ന് നല്ല അടിപൊളി മഴ പെയ്തു. രാവിലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് പോയ സാധനങ്ങളൊക്കെ വൈകുന്നേരം ആയപ്പോഴേക്കും വെള്ളത്തിൽ കുതിരുന്ന ഒരു പരിവായിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഞങ്ങളുടെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യണോ പോസ്റ്റ്പോൺ ചെയ്യണോ എന്നൊക്കെ ആലോചിച്ച് ഞങ്ങൾക്ക് തലയ്ക്ക് ഭ്രാന്തായി. പക്ഷേ പരിപാടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ധനനഷ്ടം മാനഹാനിയൊക്കെ വരുന്നതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇന്ന് തന്നെ അങ്ങ് നടത്തി തീർക്കാന്ന് വിചാരിച്ചു. കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ഒരു തുള്ളി റെസ്റ്റ് പോലും ഇല്ലാണ്ട് ഈ പരിപാടിയുടെ പിന്നാലോടെ ഞങ്ങൾക്ക് അന്ന് കിട്ടിയൊരു വല്ലാത്ത ഹാർട്ട് ബ്രേക്ക് ആയിരുന്നു ഈ മഴയെല്ലാം കൂടെ വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ പോലും പറ്റുന്നുണ്ടായില്ല. എന്തൊക്കെ പറഞ്ഞാലും വരാനുള്ളത് വഴി തങ്ങൂലെന്നാണല്ലോ. അങ്ങനെ പരിപാടി നമ്മളൊരു പാർട്ടിയിൽ നിന്നും റാംബോക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ ജൂനിയേഴ്സും സബ് ജൂനിയേഴ്സും എല്ലാവരും നല്ല സൂപ്പർ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരികളായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. റാംബോക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് കൾച്ചറൽ പ്രോഗ്രാംസ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെയും ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നിന്റെയും മര്യാദയ്ക്കുള്ള വീഡിയോസ് എൻ്റെ കയ്യിലില്ല. പരിപാടി സ്മൂത്ത് ആയിട്ട് പോകാനുള്ള ഒരു ഓട്ടത്തിന്റെ ഇടയിൽ വീഡിയോസ് എടുക്കാനുള്ള കാര്യമൊക്കെ ഞാൻ മറന്നേ പോയി. ഡാൻസും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും റീഫ്രഷ്മെന്റ്സും പ്രൈസൊക്കെ കൊടുത്തിട്ടാണ് വിട്ടത്. കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരിപാടിയുടെ അടുത്ത ദിവസം നല്ല സൂപ്പർ വെയിലായിരുന്നു. ചില സംഭവങ്ങൾ അങ്ങനെയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ടാറ്റ ബൈ ബൈ.